ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 13-ന് ചിങ്ങോലിയിൽ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിക്കും. ഇരുവൃക്കകളും തകരാറിലായ വീട്ടമ്മയെ സഹായിക്കാനാണ് സൽക്കർമ്മ സൽക്കാരം നടത്തുന്നത്. ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂലൈ 13-ന് രാവിലെ 10 മണി മുതൽ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഞങ്ങൾ ചിങ്ങോലി പഞ്ചായത്തിലാണ്. ഹെൽത്ത് സെന്ററിന്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഈ സമൂഹം ഒരു വീട്ടമ്മയെ സഹായിക്കുവാനായി ഉഷ എന്ന് പറയുന്ന ആരോഗ്യവതിയായി ജീവിച്ച മനുഷ്യരാണ്. നമ്മളെല്ലാം ഈ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടത്. പഴയ കാലം, എനിക്ക് 56 വയസ്സ്, പ്രായം പറയുന്ന എൻ്റെ ചെറുപ്പകാലം ഓർക്കാൻ വേണ്ടി എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന രോഗികളെ കാണാൻ വരുമ്പോൾ പുസ്തകമൊക്കെ അന്വേഷിച്ച് പോകാൻ നേരം ആ മെത്തയുടെ അടിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുന്നൊരു പതിവുണ്ട്. ആ വെച്ചു കൊടുക്കുന്നതിന് ഉദ്ദേശം അന്ന് ഈ രോഗം വന്ന് ബുദ്ധിമുട്ടുമ്പം ആരുടെയും കടം മേടിക്കുകയും അവർ സാമ്പത്തികമായി ഭദ്രതയിലാവാൻ വേണ്ടി ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അന്ന് അവരുടെ ഉള്ളതുപോലുള്ള സഹായങ്ങൾ ചെയ്യുന്നൊരു പതിവ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്നാണ് ഈ കുറെ മുന്തിരിങ്ങായും ഫ്രൂട്ട്സോ കൊടുത്ത് കണ്ട് ഹായ് പറഞ്ഞ് പോകും. എന്നാൽ ഒത്തിരി പേരെ സഹായിക്കും. അങ്ങനെയൊക്കെ പരസ്പരം സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ പലരും ചികിത്സയിലൊക്കെ ബുദ്ധിമുട്ടാതെ പോകുന്നത്. ഉഷയും ഇന്ന് ഉഷയുടെ ഭർത്താവിനെ മുരളിച്ചേട്ടനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 30-35 വർഷമായിട്ട് അദ്ദേഹം കാർത്തിപ്പള്ളി, ഹരിപ്പാട്, നങ്ങിയാവുളങ്ങര, മഹാദേവികാടൊക്കെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് 2 പെൺമക്കളെയും ഈ കുടുംബത്തെ പോറ്റിയ മനുഷ്യനാണ്. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹത്തിന് ശേഷം പെട്ടെന്ന് വൃക്കകൾ തകരാറിലായി ഉഷ എന്ന വീട്ടമ്മ ഇന്ന് ഡയാലിസിസിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി വീണ്ടും ഈ അടുത്തിടെ എല്ലാം അടുപ്പിച്ച് ചലഞ്ചുകളാണ്. ഇത് വ്യത്യസ്തമായി ഇപ്പോൾ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് സൽക്കാരം നടത്തുക. സൽക്കർമ്മ സൽക്കാരം എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ ക്ഷണക്കത്ത് നൽകി വിളിക്കും. 13-ാം തീയതി ഞായറാഴ്ച, ഈ ഞായറാഴ്ചയല്ല, അടുത്ത ഞായറാഴ്ച സുധീറിന്റെ വീട്ടിൽ, അജുവ സൂപ്പർ മാർക്കറ്റിന് അടുത്തുന്ന അയൽവാസിയാണ്. സുധീറിന്റെ വീട്ടിൽ പന്തലൊക്കെ ഇട്ട് രാഗമാലിയ ഹരികുമാറിന്റെ ഗാനമേളയും ഞങ്ങൾ അവല് വിളയിച്ചതും ഉച്ചയ്ക്ക് നല്ല സദ്യയും വൈകിട്ട് ചെല്ലപ്പച്ചേട്ടൻ്റെ മുട്ടക്കറിയൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറി അപ്പമൊക്കെ ആയിട്ട് സൽക്കാരം നടത്തും. ഈ സൽക്കാരത്തിൽ നിങ്ങളെല്ലാം വരണം. എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമാണ് രാമേന്ദ്രൻ സാർ. അദ്ദേഹം മംഗലത്തു നിന്ന് വന്നാണ്. ഇവിടുത്തെ മുരളിയൊക്കെ പഠിപ്പിച്ചതാണ്. ഇവിടെ നിൽക്കുന്ന പലരെയും പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്, നല്ല അധ്യാപകൻ. അത് 79 വയസ്സിലും വളരെ ചുറുചുറുക്കോടുകൂടി ഞങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് വലിയൊരു ഉത്തേജനമാണ്, വളരെ മാതൃകയാണ് രാമേന്ദ്രൻ സാർ. ഈ ഒരു താല്പര്യവും എല്ലാം ഈ കുടുംബത്തോട് നിങ്ങൾ എല്ലാവരും കാണിക്കണം. ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി 10 മണി മുതൽ സുധീറിന്റെ വീടിന്റെ മുമ്പിൽ നടത്തുന്ന സൽക്കർമ്മ സൽക്കാരത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയുടെ താഴെയും പുള്ളിയുടെ മൊബൈൽ നമ്പർ, ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ വെക്കും. നിങ്ങൾ സഹായിക്കണം. നമുക്കൊന്ന് ഒത്തുചേർന്നാൽ ഈ ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് നമുക്ക് ദൈവം നൽകിയ ആരോഗ്യത്തിന് പകരമായി ഉഷയെ സഹായിക്കണം. എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ചിങ്ങോലിൽ ഹെൽത്ത് സെന്ററിന്റെ കിഴക്കുവശം അജുവ സൂപ്പർ മാർക്കറ്റ് ഉടമ സുധീറിന്റെ വീടിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സൽക്കർമ്മ സൽക്കാരം ഇരുവൃക്കകളും തകരാറിലായ ഉഷ എന്ന വീട്ടമ്മയെ സഹായിക്കുന്നതിനായാണെന്നും ഷാജി കെ ഡേവിഡ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.